எம்ஜிஆரை பார்த்திருக்கேன், சிவாஜியை பார்த்திருக்கேன், ரஜினியை பார்த்திருக்கேன், கமலை பார்த்திருக்கேன். ഉന്ന മാതിരി ഒരു നടികനെ പാത്തതേലടാ. 1996 ഏപ്രിൽ 17 ഇന്ത്യയിലെ ചെന്നൈയിൽ ജനിച്ച കെന്നഡി ജോൺ വിക്ടർ ചിയാൻ വിക്രമായ കഥ. നടനാകാൻ ആഗ്രഹിച്ച് 8ാം ക്ലാസ് മുതൽക്ക് പഠനത്തിൽ ഉഴപ്പിയ ബാല്യകാലം, കരാട്ടയും സ്വിമ്മിങ്ങും നൃത്തവും ഒക്കെയായി അതിൽ മികവ് തെളിയിച്ചുകൊണ്ട് പതിയെ പതിയെ മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടം. അവിടെ ചെന്നൈ ലയോള കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം, MBA പാസ്സായി. പക്ഷെ MBA പാസ്സായിരുന്ന ചിയാൻ വിക്രത്തിന്റെ മനസ്സിലെ ആഗ്രഹം ബിസിനസ് അല്ലായിരുന്നു, ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു. ആ ഒരു ആഗ്രഹം എവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് തന്നെ ഒരു സിനിമാ നടൻ ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെയും ആഗ്രഹം. പക്ഷെ സിനിമയിൽ അല്ലറ ചില്ലറ ചെറിയ വേഷങ്ങൾക്കപ്പുറത്തേക്ക് സിനിമയിൽ ശോഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ അച്ഛന് സാധിക്കാൻ കഴിയാത്തത് എന്തോ അത് തനിക്ക് സാധിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് തവണ അവസരങ്ങൾ തേടി അദ്ദേഹം അലഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് മീര എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. പക്ഷെ ആ ഒരു അവസരം വേണ്ട രീതിയിൽ അദ്ദേഹം വിനിയോഗിച്ചെങ്കിൽ കൂടെയും ആരും കാര്യമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഉല്ലാസത്തിൽ അജിത്തിനൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അജിത്തിന്റെ വേഷം എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷേ വിക്രത്തിന് വളരെ മികച്ച രീതിയിൽ തിളങ്ങുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് മലയാളത്തിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഒരുപാട് ചെറിയ ചെറിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളുമായിട്ട് അദ്ദേഹം അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, തെലുങ്കിലും അതേപോലെയൊക്കെ തന്നെ. അതിനിടയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും വിക്രം ഒരു കൈ പരീക്ഷിച്ചു നോക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായിരുന്നു സേതു എന്ന് പറഞ്ഞ സിനിമ. 1997 ആയിരുന്നു അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് 21 കിലോഗ്രാം കുറച്ച് തല മൊട്ടയടിച്ച് അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വിചാരിച്ച പോലെ ഷൂട്ടിംഗ് തീർന്നില്ല. നീണ്ട 2 വർഷക്കാലം ആ 21 കിലോ കുറച്ച് തല മൊട്ടയടിച്ച് അതേ വേഷത്തിൽ അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന് അതിന്റെ ഇടയ്ക്ക് പലരും വിളിച്ചു പുതിയ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്യാരക്ടറുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സിനിമയുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊന്ന് നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസരങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം ഇരുന്നു. ഈ പടം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ പടത്തിന് കമ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ക്യാരക്ടറിന്റെ ജീവിതം മാറ്റുമെന്ന്. അങ്ങനെ ആ പടം റിലീസായതും 1999. പക്ഷെ ആരും ആ ഒരു സമയത്ത് അതിന്റെ വിതരണം ഏറ്റെടുക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. അവസാനം അതിന്റെ വിതരണവും എന്ത് ചെയ്തു, നിർമ്മാതാവ് തന്നെ ഏറ്റെടുത്തു. പക്ഷെ ആ സമയത്ത് വേറെ പുതിയൊരു പ്രശ്നം വന്നു, ആരും പടം പ്രദർശിപ്പിക്കുന്നില്ല. എന്നാൽ നഗരത്തിന്റെ പുറത്തുള്ളൊരു ചെറിയ തിയേറ്ററിൽ അങ്ങനെ ഈ ഒരു പടം നൂൺ ഷോ മാത്രമായിട്ട് പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചു. എല്ലാ ദിവസവും ഈ പടത്തിന്റെ റെസ്പോൺസ് കാണാൻ ആവേശത്തോടു കൂടെ പോയിരിക്കുന്ന വിക്രത്തിനെ നമുക്ക് കാണാം. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച റിയാക്ഷൻസ് എല്ലാം വളരെയധികം അദ്ദേഹത്തെ നിരാശനാക്കി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പം ചെന്നൈയിലൊരു മെയിൻ തിയേറ്ററിൽ പടം റിലീസ് ചെയ്യാനായിട്ടൊരു അനുമതി കിട്ടുകയാണ്. എന്നാൽ അത് നൂൺ ഷോ മാത്രമായിരുന്നു. അവിടെയും ആദ്യമൊക്കെ കയറിയിരുന്നത് 20-25 ആൾക്കാരായിരുന്നു ആ ഒരു പടത്തിന് വേണ്ടിയിട്ട്. എന്നാൽ പതിയെ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞപ്പം എന്തുകൊണ്ട് സേതു ദിവസം മൊത്തം കളിപ്പിച്ചുകൂടാ എന്ന് ആ തിയേറ്റർ ഉടമയ്ക്ക് തോന്നുകയും സേതു എന്ന് പറഞ്ഞ ആ ഒരു പടം ഒരു ദിവസം മൊത്തം കളിപ്പിക്കുകയും അല്ലെങ്കിൽ ദിവസം മൊത്തം ഷോസും കളിപ്പിക്കുകയും ചെയ്തു. പതിയെ ഈ ഒരു ക്യാരക്ടർ ആരാധകരുടെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങി. അതുവരെ ആളൊഴിഞ്ഞു കിടന്ന തിയേറ്ററുകൾ പതിയെ ജനങ്ങളുടെ കുത്തൊഴുക്കിന് സാക്ഷിയാകാൻ തുടങ്ങി. ചിയാൻ വിക്രത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു അത്. പതിയെ കൂടുതൽ തിയേറ്ററുകളിലേക്ക് സേതു എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എത്താൻ തുടങ്ങി. അത് പതിയെ ഹിറ്റാവാൻ തുടങ്ങി. ചെന്നൈയിലെ 9 തിയേറ്ററുകളിൽ നീണ്ട 75 ദിവസം ഓടിക്കൊണ്ട് ഈ ചിത്രം പിന്നീട് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ചിത്രത്തിലെ ചിയാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേരുക. കെന്നഡി ജോൺ വിക്ടറിൽ നിന്നും ചിയാൻ വിക്രത്തിലേക്കുള്ള മാറ്റം അവിടെ നിന്നായിരുന്നു ആരംഭിക്കുന്നുണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് കൂടുതൽ സിനിമകൾ, കൂടുതൽ മികച്ച വേഷങ്ങൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കൃത്യം. കാശി എന്ന് പറഞ്ഞ ചിത്രത്തില് കൃത്യമായിട്ട് പറഞ്ഞാൽ കലാഭവൻ മണിയുടെ വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ മലയാളം സിനിമയുടെ പരിഭാഷയായിരുന്നു കാശി എന്ന് പറയുന്നത്. കാശി എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയം വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി. പക്ഷെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കലാഭവൻ മണിയുടെ 7 ഏലത്ത് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു നടന്റെ സിംപ്ലിസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു അത്. പിന്നീട് ജെമിനി എന്ന് പറഞ്ഞൊരു വൻ വാണിജ്യ ഹിറ്റ്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഹിറ്റുകളുടെ പെരുമഴയായിരുന്നു സത്യം പറഞ്ഞ വിക്രത്തിന്റെ ജീവിതത്തില്. ദിൽ, ധൂള്, സാമി, സമുറായി, ഭീമ, അന്യൻ, കാന്തസ്വാമി, ദൈവത്തിരുമകൾ എന്നിങ്ങനെ അങ്ങോട്ട് നീണ്ട ഒരുപാട് ഹിറ്റുകളായിരുന്നു വിക്രത്തിന്റെ ലൈഫിൽ പിന്നീട് ഉണ്ടായത്. പിതാമകനിലൂടെ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ലഭിച്ചു. അന്യനിലെ അഭിനയം ലോക ലെവലില് ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളതാണ്. ഒരുപാട് സിനിമകൾ, ഈ സിനിമകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അത് വളരെയധികം പ്രശംസനീയമാണ്. ഐക്ക് വേണ്ടിയിട്ട് ഏകദേശം 3 വർഷമാണ് ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അന്യന് വേണ്ടി നീണ്ട 2 വർഷങ്ങൾ, ഭീമയ്ക്ക് വേണ്ടിയിട്ട് 3 വർഷങ്ങളും 9 മാസം, അഥവാ 4 വർഷം തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സമയം തന്നെ വില്ലനായും നായകനായും വന്നിട്ടുണ്ട് വിക്രം. രാവണൻ എന്ന് പറഞ്ഞ മണിരത്നത്തിന്റെ സിനിമയിൽ തമിഴ് വെർഷനിൽ രാവണനായിട്ടും ഹിന്ദി വെർഷനിൽ രാമനായിട്ടും അഭിനയിക്കാൻ വിക്രത്തിന് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. രാവണനപ്പുറത്തേക്ക് മണിരത്നത്തിന്റെ തന്നെ പൊന്നിയൻ സെൽവനിലും വിക്രം അഭിനയിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഇന്നിപ്പോൾ ഇത് തങ്കലാൻ വരെ എത്തി നിൽക്കുകയാണ് സിനിമാ ചരിത്രത്തിൽ വിക്രം എന്ന് പറയുന്ന വ്യക്തി. മലയാളവും മലയാളികളുമെല്ലാം വിക്രത്തിനെ വളരെയധികം സ്നേഹിക്കുന്നവരായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. മലയാളത്തിലെയും മലയാള ഫിലിം ഇൻഡസ്ട്രിയെയും വിക്രമും തിരിച്ചത്രമാത്രം സ്നേഹിച്ചിരുന്നു. വിക്രത്തിന് നിലനിൽക്കാൻ അവസരം കൊടുത്ത മണ്ണാണ് മലയാളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിക്രം കല്യാണം കഴിച്ചതും ഒരു മലയാളിയാണ്, കണ്ണൂരുകാരിയായ ശൈലജ
ബാലകൃഷ്ണനെ. തീർച്ചയായിട്ടും വിക്രത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ബൈക്കും ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാല് തകർന്ന് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കാല് മുറിച്ചു മാറ്റണം എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്നും നീണ്ട ഒരുപാട് ശസ്ത്രക്രിയകൾക്ക് ശേഷം അദ്ദേഹം ആ കാലും വെച്ച് നടന്നു കയറിയിരിക്കുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ആരാലും കീഴടക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്കാണെന്ന് പറയാതെ എ ട്രൂ ഇൻസ്പിറേഷണൽ സ്റ്റോറി, ദ ലൈഫ് സ്റ്റോറി ഓഫ് ചിയാൻ വിക്രം.